ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരി ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. മുകുന്ദമാല. ശ്ലോകം 10. സരസിജനയനീ സശങ്കചക്രേ മുരഭിതിമാവിരമസ്വചിത്തരന്തും സുഖതരമപരം ന ജാതു ജാനേ ഹരിചരണസ്മരണാമൃതേന തുല്യം. ഓരോ സാധകനും പറയുകയാണ്, അതുപോലെ കുലശേഖര ആൾവാർ പറയുകയാണ്, താമരപ്പൂ പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും ശംഖവും ചക്രവും ധരിച്ചവനും മുരാരിയുമായ ഭഗവാൻ കൃഷ്ണനെ പറ്റിയുള്ള ധ്യാനം അല്ലയോ മനസ്സേ നിർത്തരുത്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിക്കുമ്പോഴുണ്ടാകുന്ന സുഖത്തോട് തുല്യമായിട്ട് മറ്റൊന്നും തന്നെ എനിക്കറിഞ്ഞുകൂടാ. സാധകൻ സ്വന്തം മനസ്സിനോട് പറയുകയാണ്, അല്ലയോ മനസ്സേ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിക്കുന്നതിനേക്കാൾ സുഖം അനുഭവിക്കാൻ മറ്റൊന്നും തന്നെ ലോകത്തിലില്ല. അതുകൊണ്ട് അല്ലയോ ചിത്തമേ, നീ എപ്പോഴും ഭഗവത് സ്മരണയിൽ തന്നെ മുഴുകിയിരിക്കുക. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മളെല്ലാവരും, സാധകരായ നമ്മളെല്ലാവരും ഭഗവത് സ്മരണയിൽ തന്നെ മുഴുകിയിരിക്കുവാനാണ് കുലശേഖര ആൾവാർ അവരെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ പാതാരവിന്ദ സ്മരണയുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.